ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു വർക്കിംഗ് വിമൻ ഡെയിലി റുട്ടീനാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അതിരാവിലെ 4:30 മണി 5 മണിക്കുള്ളിൽ എഴുന്നേറ്റാലേ നമ്മളുടെ കാര്യങ്ങളെല്ലാം തിരക്കില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് 4:30 മണിയാണ്. 4:30 മണിക്ക് ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ് പുറത്തൊക്കെ. ആരുടെ എഴുന്നേറ്റിട്ടുമില്ല, ഞാൻ റൂമിലൊന്നും ലൈറ്റ് ഇട്ടിട്ടുമില്ല. അപ്പം നമ്മളുടെ എഴുന്നേറ്റ് വന്ന അതുപോലെ തന്നെ മുഖം കഴുകിയതിന് ശേഷം നേരെ നമ്മളുടെ ഓൾട്ടറിൽ വരിക. ഏത് മതമായാലും ഓൾട്ടറിൽ വരിക. ഓൾട്ടറിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവിടെ അങ്ങോട്ട് ഏൽപ്പിക്കുക, ആ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ ഭംഗിയായിട്ട് വരുള്ളൂ, ഉറപ്പാണ്. കാരണം മനസ്സിന് കരുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആരും മറക്കരുത്, ഫസ്റ്റ് അത് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ കാര്യം, നിങ്ങൾ ബെഡ് കോഫിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ആദ്യമൊക്കെ എടുത്തു വെച്ചിട്ട് ഇരുന്ന് നമ്മളുടെ മൊബൈലിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്, മെയിൽ വിടാനുള്ളത്, വാട്സപ്പ് നോക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കുക. ഇപ്പം ഞാനിത് കറി ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി. പുളി ഇട്ട് വെച്ച കറി ആയതുകൊണ്ട് അത് കേടാവില്ല. അപ്പം രാവിലെയാണെന്ന് ചൂടാക്കി വെച്ചത്. അപ്പം നിങ്ങളും ഇതുപോലെ രാത്രി ചൂടാക്കിയാലും രാവിലെ ഒന്നുകൂടി ചൂടാക്കിയൊക്കെ എടുക്കുക. പിന്നെ അതേ കഞ്ഞിക്കുള്ള വെള്ളം റെഡിയായി അരി ഇട്ടിട്ടാണ് അത് അതിൽ വെച്ചേക്കണം. അപ്പോൾ ആദ്യം അതൊക്കെ ചെയ്യുക. കാരണം ആദ്യം നമുക്ക് പെട്ടെന്ന് വേകാനൊക്കെ താമസമല്ലേ അരി. അപ്പോൾ ആദ്യം അത് ചെയ്യുക. തുണി കഴുകാനുണ്ടെങ്കിൽ തുണി കഴുകാനായിട്ട് ഇട്ടേക്കുക. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും അവിടെ നടന്നോട്ടെ. തുണി കഴുകലും നടക്കും, അരി തിളച്ച് ഞാൻ കുക്കറിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഞാൻ വെറുതെ ഗോതമ്പ് പൊടിയും ഇത്തിരി ഉപ്പും ചേർത്ത് വെള്ളം കലക്കിയിട്ട് വെറുതെ ചുട്ടെടുക്കുകയും ചെയ്യുന്നത്. ഇത്തിരി എണ്ണ ഒന്ന് തൂവുന്നു മാത്രം. അപ്പോൾ അതിനൊരു കറി എന്ന് പറയാനായിട്ട് വൻപയറാണ് ഞാൻ ഉലത്തിയേക്കുന്നത്. അതിൻ്റെ വൻപയർ ഉലത്തിയതും ഈ ഗോതമ്പ് ദോശയുമാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതികളിലുള്ള ഫുഡുകൾ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം എൻ്റെ മോന് പോകാനുള്ള ടൈം ആയതുകൊണ്ട് അതങ്ങനെ. അപ്പം നിങ്ങൾ ജോലിക്കാരുടെ കാര്യമാണ് പറയുന്നത്, പക്ഷേ ഞാൻ എൻ്റെ കാര്യം ഇതിൻ്റെ കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സമയം അനുസരിച്ച് ഇത് അപ്പം നിങ്ങൾ ചെയ്യാനുള്ള, നിങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ലഞ്ച് പൊതിയാനൊക്കെയുള്ള പാത്രങ്ങൾ, കുപ്പികൾ, ഇവിടെ ആർക്കും ഒന്നും അത്യാവശ്യം കൊടുക്കാൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ കഴുകി വെച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ റെഡിയാക്കി നേരത്തെ വെച്ചേക്കുക. ലഞ്ച് എന്താ വെച്ചാൽ ലഞ്ച് അല്ലെങ്കിൽ ഇതൊക്കെ പൊതിയാനുള്ളതൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെയുള്ള ബാഗിലൊക്കെ ആക്കി അതൊക്കെ റെഡിയാക്കി കാലത്തെ എനിക്ക് അത് മോനെ വിടാനുള്ളതുകൊണ്ട് അവൻ ഇപ്പോൾ 6:50 പോയി കഴിഞ്ഞാൽ അതാണ് ആ പൊതിഞ്ഞ് കൊടുത്തു വിട്ടത്. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ തുണികളെല്ലാം എടുത്ത് വിരിച്ച് ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അധികം നേരമൊന്നും ആയിട്ടില്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഈ തുടക്കൽ, വീടിനകത്തുള്ള അത്യാവശ്യ ക്ലീനിങ് എല്ലാം ചെയ്തേക്കുക. കാരണം നിങ്ങൾ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെയാണ് കയറി വരേണ്ടതെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പം എൻ്റെ കൂടെ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ നടക്കുന്നത് രാവിലെ ആയി. അപ്പോഴാണ് അവൻ എഴുന്നേറ്റ് വന്നത് 11. അവന് ക്ലാസ്സിൽ, അതുകൊണ്ട് അവൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ കുറേ നടന്നൊക്കെ പിടിച്ചോളും. അപ്പോൾ ഇനി എല്ലാവരും അത് ചോദിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഇളയ മോനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കാലത്ത് എഴുന്നേറ്റതൊക്കെ ഞാൻ ഒറ്റക്കാണ്, അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അത് ഇത് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് പെട്ടെന്ന് തുടച്ചേക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ആ പാത്രങ്ങളിൽ ആക്കി എടുത്ത് മേശപ്പുറത്ത് ഞാൻ വെച്ചേക്കണത്. കാരണം വലിയ പാത്രങ്ങളൊക്കെ കഴുകി നിങ്ങൾ മാറ്റിയേക്കുക. ജോലിക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ച് വരുമ്പോൾ കിച്ചൺ ഫ്രീ ആയി കിടക്കണം. എന്നാലും നിങ്ങൾക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഒരുപാട് പാത്രങ്ങൾ കഴുകാനൊക്കെ ഇട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ പോകും. അപ്പം നിങ്ങൾ ബെഡ്റൂമൊക്കെ ഒന്ന് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് അതൊന്ന് വൃത്തിയാക്കി ഇടുക. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇതിപ്പോൾ ഒരു 7-7:30 ഇത് മുഴുവൻ 8 മണിക്കുള്ളിൽ കംപ്ലീറ്റ് നിങ്ങൾ കഴിയണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ തലേ ദിവസം അതിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്ത് വെച്ചേക്കണം. അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് തലേ ദിവസം നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ബെഡൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള 5 മിനിറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ബെഡ്റൂം തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ടിലെ മുറി അങ്ങനെ കയറുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടക്കുക. യൂണിഫോം പിള്ളേരുടെ അതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് പോകാനുള്ള ഡ്രസ്സൊന്ന് അവിടെ തൂക്കിയൊക്കെ ഇട്ടേക്കുക. അതൊക്കെ തലേദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുക. ഹസ്ബൻഡിന് പോകാനുള്ള ഡ്രസ്സ് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങനെയൊക്കെ നമ്മൾ തൂക്കിയിട്ടേക്കുക. പിന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്ന ടൈമിൽ എല്ലാവരുടെയും ഡ്രസ്സുകൾ
ഓരോ ആങ്കറിലാക്കി തൂക്കി ഇതുപോലെ തന്നെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. കട്ടിലിൽ വിതറി ഒരിക്കലും ഇടരുത്. തിരിച്ചു വരുമ്പോൾ അത് കാണുന്ന വശം നിങ്ങൾക്ക് ആകെ ടെൻഷൻ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ തൂക്കിയിടുക. എന്നിട്ട് വന്നിട്ട് വേണമെങ്കിൽ അത് തന്നെ ഉടുക്കണമെങ്കിൽ അത് തന്നെ ഉടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റി വെച്ചിട്ട് കഴുകാനിടുക, വേറെ എടുത്തെടുക്കുക. അപ്പൊ നിങ്ങളിത് ഇതുപോലെയൊക്കെ മീനൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തലേദിവസം തന്നെ ഇതുപോലെ തേങ്ങ ചിരണ്ടിയൊക്കെ വെച്ചേക്കുക പലഹാരത്തിന്, അല്ലെങ്കിൽ കറിക്കൊക്കെ ഇട്ട്. ഇങ്ങനെ നമുക്ക് ഒരു കണക്കൂട്ടൽ വേണം പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യാനുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് ഫ്രിഡ്ജിന് മുകളിലെ വശത്തൊക്കെ തേങ്ങ എടുത്ത് വെക്കുക. ഇതുപോലെ ഉള്ളി സവാളയൊക്കെ കുറച്ചൊന്ന് പൊളിച്ച് വെച്ചേക്കുക. ചിലവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഒരു വർക്കിംഗ് വുമൻ എന്ന് പറയാൻ നേരത്ത് കഷ്ടത നിറഞ്ഞ സംഭവമാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അതേ ഇത് ഇഞ്ചി ഞാനൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചാൽ അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തലേദിവസമൊക്കെ തന്നെ കുറച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ കാലത്തെടുത്ത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞാൽ മതി. ഇനി ഞാൻ ഉച്ചക്കുള്ള പരിപാടിക്കാണ് കയറുന്നത്. കാലത്തെ പരിപാടി കഴിഞ്ഞു. ഉച്ചക്ക് ഉള്ള കൊണ്ടുപോകാൻ ലഞ്ച് പൊതിയാനൊക്കെയുള്ള ഇത്തിരി ഉണക്കച്ചെമ്മീൻ വറുത്തതും, പിന്നെ ഒരു മത്തങ്ങ പരിപ്പ് തോരനല്ല ഒരു ഒഴിച്ചുകറി പോലെയാണ് വെച്ചത്, തേങ്ങ അരച്ച കറി എന്ന് പറയും ഞങ്ങൾ. പിന്നെ ഒരു തേങ്ങ ചമ്മന്തിയാണ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഇത് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വറുത്തെടുക്കുന്നത് വളരെ സൂക്ഷിക്കണം. ചെറിയ തീയിൽ വെച്ച് ഇത്തിരി എണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് വറുക്കുക. അതല്ലെങ്കിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ചെമ്മീനിൽ ഉപ്പ് വെള്ളവുമായിട്ട് പുരട്ടി വെച്ചിട്ട് വറുത്തെടുക്കുക. ഇതുപോലെ ഒടിയുന്ന പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒടിയുന്ന പരുവമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇതിന് തണുക്കുമ്പോഴാണ് ഒടിയുന്ന പരുവം വരുന്നത്. അപ്പോൾ ഇത് സവാള മുരിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇത്തിരി മഞ്ഞളും മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്നങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നേരത്തെ തന്നെ ചെമ്മീനും കൂടി ഒന്നിച്ച് ഇട്ടേക്കുക. മുരിയാനൊന്നും കാത്തു നിൽക്കണ്ട, കരിഞ്ഞു പോകും എല്ലാം കൂടി കിടന്ന്. അപ്പോൾ ഇതിപ്പോൾ തന്നെ അങ്ങോട്ട് ഇട്ടേക്കുക ചെമ്മീൻ, കുഴപ്പമില്ല. അത് ചെമ്മീനും എല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് അത് മിക്സായി അങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ വറുക്കൽ ഇത്തിരി ടഫാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്നാമത് ചെറിയ ചെമ്മീനാണ് തിന്നാൻ ടേസ്റ്റ് ചെയ്യേണ്ട. വലിയ ചെമ്മീൻ മേടിച്ചാൽ അത് രണ്ടായിട്ട് നുറുക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതുകൊണ്ട് ചെറിയ ചെമ്മീനും കിള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നിങ്ങൾ തലേദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപൊക്കെ ടിന്നിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിള്ളി വെച്ചേക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഓട് വറുത്ത് വെക്കണം എന്ന് പറയില്ലേ, ചുമ്മാ വറുത്തും വെച്ചേക്കാം. എന്നിട്ട് പിന്നെ ഈ മുളകിൻ്റെ മിക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി, മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഇതുപോലെ ചെമ്മീൻ ഒന്നിച്ച് വറുക്കേണ്ടി വരില്ല. പിന്നെ അടുത്ത കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കണം. ഞാൻ പറഞ്ഞില്ലേ മത്തങ്ങയും പരിപ്പും കൂടി ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മത്തങ്ങയും പരിപ്പും കൂടി ഒരു തേങ്ങ അരച്ച കറി വെക്കാനായിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് അരച്ച ആ അരപ്പ്. അപ്പോൾ തേങ്ങയൊക്കെ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയതിനോട് നമുക്ക് എളുപ്പം എടുത്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം ചിരണ്ടാനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂല. ഉള്ളി ഒക്കെ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് താളിക്കാനുള്ളതാണ്. ഈ താളിച്ചതിൻ്റെ അകത്തേക്ക് ഇത് വേവിച്ച് വെച്ച മത്തങ്ങയും വൻപയറും കൂടി അങ്ങോട്ട് ചേർത്ത് ഒപ്പം തന്നെ ആ തേങ്ങ അരപ്പ്. തേങ്ങയുടെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്, അത്രയും സാധനം ഇട്ട തേങ്ങയാണ്, തേങ്ങരപ്പാണ് ഇട്ടത്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇത് ഇത്തിരി ലൂസാക്കി എടുത്തേക്കണം. കുറച്ചേരം കഴിയുമ്പോഴത്തേന് ഇതല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിപ്പോവും, ഭയങ്കര കട്ട പോലെ ഇരിക്കും. അപ്പോൾ ഒരു ഒഴിച്ചു കറി പോലെയുമായി. അപ്പം നമ്മളെപ്പോഴും ഒരു തേങ്ങ അരച്ച കറിക്ക് ഒരു എരിവെള്ള കറി അങ്ങനെ വേണം അതിൻ്റെ ഒരു പെയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കറിയില്ല. ഇത് ഞാൻ ചമ്മന്തി അരക്കാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ ഇത്തിരി ഇഞ്ചി, ഉള്ളി, മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി ഞാൻ ഇടും ഇതിനകത്ത്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറ്റാട്ടോ. പിന്നെ ചെറുനാരങ്ങ നീരാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പുളിക്ക്. ഞാനത് ഇടുന്നത്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ചമ്മന്തിയുമായില്ലേ. അപ്പോൾ ഇത് ചോറ് കെട്ടിക്കൊണ്ടുള്ളവർക്ക് അതങ്ങനെ കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ഇത് മേശപ്പുറത്തേക്ക് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിളമ്പി തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നവർ ഇതവിടെ ഇരിക്കും. രാത്രി നമ്മൾ ഡിന്നർ ഇതങ്ങനെ എടുത്ത് കഴിക്കുക. ആവശ്യമുള്ളത് ഇപ്പോൾ പൊതിഞ്ഞുകൊണ്ട് പോവുക. അത്രയൊക്കെ തന്നെ. ഇനി രാത്രി നിങ്ങൾ മീന എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വന്നവരാണെങ്കിൽ അത് ചെയ്യുക. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ചെയ്യേണ്ടവർ രാത്രി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ പുരട്ടിയൊക്കെ വെക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 8 മണിക്കുള്ളിൽ
നമ്മളിത് കംപ്ലീറ്റ് തീർത്തേക്കുക, ക്ലീൻ ചെയ്യുക, കിച്ചൺ നന്നായിട്ട് തുടച്ചെടുക്കുക. ഇപ്പൊ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മളുടെ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ക്ലീൻ ആണ്. പാത്രങ്ങളെല്ലാം കഴുകിയേക്കുക. എല്ലാം സ്പീഡിന് ചെയ്യണം, അല്ലെങ്കിൽ തളർന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ പോയിട്ടാ. എല്ലാം സ്പീഡിന് ചെയ്തേക്കണം. ക്ലീൻ ആയിട്ടുള്ള വീട് ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് മാത്രം. കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന റൂം മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. വെറുതെ കിടക്കുന്ന ഇവിടെ മുകളിൽ മുഴുവൻ വെറുതെ കിടക്കുന്ന റൂമുകളാണ്. അതൊന്നും ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാറില്ല. അപ്പൊ അതാണ് അങ്ങാടൊന്നും ഞാൻ കാണിക്കാത്തത്. അപ്പൊ ഈ താഴത്താണ് ഞങ്ങൾ എപ്പോഴും പെരുമാറുന്നത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേക്കില്ല. അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ജോലിക്ക് പോകാൻ പാടുള്ളൂ. കാരണം തിരിച്ചു വരുന്നത് നമ്മളുടെ ക്ലീൻ ആയിട്ടുള്ളൊരു വീട് കണ്ടിട്ട് വേണം കയറാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ കയറുമ്പോൾ തന്നെ മാനസികമായി നമ്മൾ വളരെ തളർന്നു പോകും. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ക്ലീൻ ആയിട്ടുള്ളൊരു വീട് കണ്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. നിങ്ങളെന്തെങ്കിലും അത് ചെയ്ത് നോക്കിക്കോ, ഒരു ക്ഷീണം ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ വന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. അപ്പൊ ഈ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ട്രെയിനിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറി വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്, എനിക്കതറിയാം. ട്രെയിനിലൊക്കെ ഒരുപാട് ടൈമൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മളുടെ ഈ അലമാരികൾ വലിച്ചു വാരി ഇടാതെ വേണം പോകാനായിട്ട്. ഡ്രസ്സുകൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചേക്കണം. അലമാരി അല്ലെങ്കിൽ ഇത് പോണ സമയത്ത് വലിച്ചു വാരിയൊക്കെ ഇട്ട് തപ്പി പിടിച്ച് ടെൻഷനായി എല്ലാം നാശമൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ക്ഷീണപ്പെട്ട് വരുമ്പോഴായിരിക്കുള്ളൂ ഇതൊക്കെ കാണുന്നത്. നിങ്ങൾ ചത്ത് കളഞ്ഞാൽ മതി ഇതൊക്കെ തോന്നുന്ന സന്ദർഭങ്ങൾ നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ടൊക്കെ അലമാരിയൊക്കെ വെച്ചിട്ട് വേണം പോകാൻ. ഒരു സാധനങ്ങൾ വലിച്ചു വാരി ഇടരുത്. ഇതൊരു പേപ്പറൊക്കെ വെക്കാൻ വേണ്ടി ഒരു തട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. നമ്മുടെ തുണികളൊന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പം എല്ലാം ഇതുപോലെ ക്ലീൻ ആയിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അത് ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്തോളും. അങ്ങനെയാണ് അതിൻ്റെ രീതികൾ. അത് ആദ്യം തുടങ്ങി കിട്ടാനായിരിക്കുള്ളൂ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇത്തിരി മനസ്സ് വെച്ച് തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലിഭാരം ഭയങ്കരമായിട്ട് കുറയും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നിങ്ങളുടെ കുട്ടികളൊക്കെ ഇല്ലേ, കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഏർപ്പാട് ചെയ്യാം. ഇപ്പൊ 2 കുട്ടികളൊക്കെ ആണെങ്കിൽ 2 പേർക്ക് ഒരേ കൊട്ട കൊടുക്കുക, ഇതുപോലത്തെ ബേസിൻ. എന്നിട്ട് അവരോട് പറഞ്ഞേക്കുക, നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ കൊട്ടയിൽ നിങ്ങളുടെ വേസ്റ്റ് കഴുകാനുള്ള തുണികൾ, പാത്രങ്ങൾ, കൊണ്ടുവന്ന ലഞ്ച് ബോക്സുകൾ അങ്ങനെയൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചേക്കാൻ പറയുക. അപ്പൊ അമ്മക്ക് തപ്പി നടക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ അത് നിങ്ങൾ ക്ലീൻ ചെയ്ത് തിരിച്ച് ആ കൊട്ട പിള്ളേരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കുക. രാവിലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരോട് തന്നെ പെറുക്കിയതിനകത്തിടാൻ പറയുക. അണ്ടർവെയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, യൂണിഫോം എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തപ്പി നടക്കേണ്ട, അവർക്ക് അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ എടുത്തുപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഒരു നല്ല മാർഗം. പിന്നെ അതേ രാത്രി വൈകുന്നേരം വന്നതിന് ശേഷം ഡിന്നറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചെയ്ത് വല്ല കറിയിട്ടൊക്കെ അല്ലെങ്കിൽ അത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ രാവിലെ തുണി കഴുകിയിട്ടിട്ട് പോയതല്ലേ അതെല്ലാം രണ്ടാമത് സെറ്റ് ചെയ്യുക. ഇതുപോലെ ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി ഇതാണ്. എൻ്റെ ബോക്സുകളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ബോക്സുകളുണ്ട്. ഇവിടെ ഇളയും ഒരു മാത്രം ബോക്സ് ഇല്ല, അവന് ബോക്സ് അലർജിയാണ്. അതുകൊണ്ട് ഞാനത് കൊടുത്ത് ഞാൻ തോറ്റ് എടുത്ത് മാറ്റി. അവന് എപ്പോഴും വലിച്ചു വാരി ഇടുന്നതാണ് അവനിഷ്ടം, അതാണ് അവന് തൃപ്തി എന്നാണ് അവൻ പറയണത്. അതുകൊണ്ട് അവനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബോക്സാണ്. എല്ലാവരും അത് കൈകാര്യം ചെയ്യണത് നീറ്റായിട്ട് തന്നെ ആണ്. അപ്പം അതേ സാധനങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ വെക്കുക. പിറ്റേ ദിവസത്തേക്ക് വേണ്ടത് നിങ്ങൾ തേക്കാൻ ആരെങ്കിലും ഹസ്ബൻഡോ ആരെങ്കിലും തേക്കുന്നുണ്ടെങ്കിൽ തേക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ തേക്കേണ്ടി വരും. അപ്പം തേച്ച് എടുത്ത് വെക്കേണ്ടതൊക്കെ എടുത്ത് വെക്കുക. എല്ലാ സാധനങ്ങളും അടിവസ്ത്രങ്ങളാണ് ഏറ്റവും പ്രധാനമായി സൂക്ഷിച്ചു വെക്കേണ്ടത്. അതിങ്ങനെ കാണാതെ ആയിപ്പോണത് എല്ലായിടത്തും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ ചെറിയ സാധനങ്ങളായതുകൊണ്ട് കാണാനൊക്കെ അപ്പോൾ അതൊക്കെ സ്പെഷ്യലായിട്ട് തന്നെ ഓരോരോ ബോക്സുകളിലാക്കി തന്നെ മാറ്റി വെക്കുക. മറ്റുള്ള ഉടുപ്പിൻ്റെ കൂട്ടത്തിൽ ഇടരുത്. ഇങ്ങനെ എടുത്തങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം തീരുന്നൊരു പരിപാടിയാണ് തുണി മടക്കൽ. എനിക്ക് മടിയാണ്, പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. കഴിക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരുപാട് ലോങ് വീഡിയോ ആക്കാതിരിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് കാണിക്കാൻ പറയുകയും ചെയ്യണം. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതേ വിനാഗിരി വെള്ളം സ്പ്രേ ചെയ്ത് തുടച്ചേക്കുക. കാരണം വിനാഗിരി വെള്ളം എന്ന് പറയുന്നത് എല്ലാ ഇഴജന്തുക്കളെയും
അകത്തി നിർത്തുന്ന ഒരു സ്മെല്ലാണ് അതിനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളോട് പിന്നെ ഞാൻ പറഞ്ഞാണ് തറയിൽ വിനാഗിരി വെള്ളവും മാർബിൾ തറയിൽ വിനാഗിരി ഒന്നും ഇടരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് വിട്രിഫൈഡ് ടൈൽസ് വിനാഗിരിയും ചൂടുവെള്ളവും ചേർത്ത് തുടക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ ഒരു ലോഷനുകളും ഫ്ലോറിൽ ഇടാതിരിക്കുക. മാർബിളിൽ വെറും വെള്ളം മാത്രം കൊണ്ടേ തുടക്കാൻ പാടുള്ളൂ. പിന്നെ ഡിന്നറിന് ആദ്യം നമ്മുടെ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളെല്ലാം കഴുകി പെട്ടെന്ന് മാറ്റിയേക്കുക. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ മറ്റുള്ള പാത്രത്തിൽ വീഴൂലേ, അപ്പം അതിനകത്തുള്ള ആ ചാറും ഒക്കെ അങ്ങോട്ട് ഇളകി കഴിയാൻ നേരത്ത് അതങ്ങോട്ട് കമത്തി ആ അഴുക്ക് കണ്ട ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞേക്കുക. കണ്ട അങ്ങനെ അങ്ങോട്ട് കളയാൻ നേരത്ത് അതിൻ്റെ അഴുക്കൊക്കെ പോയി പിന്നെ ഒന്ന് നമ്മൾ സാവധാനം സോപ്പിട്ട് അങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. അല്ലാതെ ആ മീൻചാറിലൊക്കെ ഇട്ട് ആ സ്ക്രബ്ബർ ഇട്ടിട്ടൊക്കെ ഉരക്കുകയും മീൻചാറിൽ എല്ലായിടത്തും മണമാക്കിയൊക്കെ ഒന്നും ചെയ്യരുത്. അതൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ അനുസരിച്ച് വേണം ജോലി ഭാരം കുറക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം തേച്ച് കഴുകി രാത്രി കംപ്ലീറ്റ് കഴിഞ്ഞു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ട് മാത്രം കിടക്കുക. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമാധാനത്തോടുകൂടി എഴുന്നേൽക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും അടുക്കളയും പരിസരവും ക്ലീനാക്കി ഇടുകയും ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മനസ്സ് തളർന്നു പോകും. മനസ്സിൻ്റെ തളർച്ചയാണ് നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരെ ഉണ്ടാക്കുന്നത് മനസ്സിൻ്റെ തളർച്ചയാണ്. അപ്പം മനസ്സിന് തളർച്ച വരാതിരിക്കണമെങ്കിൽ നമ്മൾ മടികൂടാതെ നമ്മുടെ ക്ലീനിങ് വർക്കുകൾ ചെയ്യുക. കണ്ട ഇപ്പം രാത്രിയായി എല്ലാ പണിയും കഴിഞ്ഞ് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പാത്രമൊക്കെ കഴുകി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ അവിടെ ഇരുന്ന് തുടങ്ങിയിട്ട് രാവിലെയാണ് വെക്കേണ്ട സ്ഥലത്തേക്കൊക്കെ വെക്കണത്. അല്ലാതെ നനഞ്ഞ പാത്രങ്ങൾ എടുത്ത് വെച്ച് പൂപ്പലായി പോകാത്തത്. 10 കിലോ അരി ഞാൻ കഴുകി ഇന്ന് ഉണക്കിയെടുത്തതാണ്. നാളെ പൊടിപ്പിക്കാൻ കൊടുക്കണം. ഇത് വേണ്ട നാളത്തേക്കുള്ള മസാല ദോശയുടെ സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ഇത് സാമ്പാർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാനിപ്പോൾ കാണിക്കാൻ പുറത്ത് വെച്ചാണ്. ഇവിടെ സ്ഥിരം സാമ്പാർ ഉണ്ടാറ്. ചട്നിക്ക് വേണ്ട സാധനങ്ങൾ, മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ട് മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കിയിട്ട് മാത്രം കിടക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മസാല ദോശക്കുള്ളത്, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. അപ്പം മാവൊക്കെ കൂടുതലായിട്ട് അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരാൻ നേരം ഉള്ളൂ. ഒരുപാട് നേരം ഇപ്പം തന്നെ. താങ്ക് യു.